യഹ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗ്രീൻ ചില്ലി അൽഫഹാം ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കാം. ഒരു 20 പച്ചമുളക്, ഒരു 100 ഗ്രാം വെളുത്തുള്ളി, 100 ഗ്രാം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, അതെല്ലാം കൂടി ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കറിക്ക് അരയ്ക്കുന്ന ജീരകം ഉണ്ടല്ലോ, അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഒരുപാട് ചേർത്താൽ പുളിപ്പായിരിപ്പോവും, അതുകൊണ്ട് പകുതി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ പീസിലൊന്നും ചേർക്കണം. അത് ഞാനൊന്ന് നമ്മുടെ അരപ്പ് ഒന്ന് അരിപ്പിൽ അരിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്കതിൻ്റെ കൊത്ത് ആവശ്യമില്ല. അപ്പോൾ ഇത് ഞാനൊന്ന് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിക്കൻ പീസ് എടുക്കുമ്പോൾ ഇതുപോലുള്ള പീസുകളാക്കി എടുക്കാൻ നോക്കുക, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല എരിയാണ്, നമ്മൾ മുളകാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 2 മണിക്കൂറെങ്കിലും ഇതിൻ്റെ ഒരു അരപ്പ് പിടിക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ നമുക്കൊരു 2 മണിക്കൂറിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഒരു പാനിലേക്ക് നമ്മൾ അരപ്പോട് കൂടിയിട്ട് തന്നെ ചിക്കൻ ഒന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ അത് നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് കുക്ക് ചെയ്യുന്ന നേരത്ത് സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ നോക്കുക. ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യരുത്, എന്നാൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഓയിൽ ഒഴിക്കുന്ന നേരത്തുള്ള ആ വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനിൽ നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ അരപ്പോട് കൂടിയിട്ടാണ് ഞാൻ ഈ പാനിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. പയ്യെ ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം. എല്ലാ ഭാഗവും നല്ലൊരു കളർ വരുന്നത് വരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ചിക്കൻ ഇപ്പോൾ ഏതാണ്ടൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഒന്ന് മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ടേസ്റ്റും മണമൊക്കെ കിട്ടണമെങ്കിൽ നമുക്കിതിലേക്ക് പുകയുടെ ഒരു ടേസ്റ്റും കൂടി വരണം. അപ്പോൾ നിങ്ങളെ കയ്യിൽ ചാർക്കോൾ ഇല്ലെങ്കിൽ നമ്മുടെ ചിരട്ടക്കരി ഉണ്ടല്ലോ, അതായാലും മതിയാകും. അത് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 20 മിനിറ്റ് നമുക്കിതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. എന്നാൽ മാത്രമേ ആ ഒരു പുകയുടെ ടേസ്റ്റ് ഒന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഗ്രീൻ ചിക്കൻ അൽഫഹാം ഇവിടെ റെഡിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങളൊന്ന് മറന്നു പോകരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.